1970-കളിൽ ലോകമെമ്പാടും കലയിലും സാഹിത്യത്തിലും ചടുലമായ മാറ്റങ്ങൾ സംഭവിക്കുകയും അതിൻ്റെ അലയൊലികൾ മലയാള സാഹിത്യത്തിലും സംഭവിക്കുകയും ചെയ്തത് ചരിത്രമാണ്. സാഹിത്യപഞ്ചാനൻ പി കെ നാരായണപിള്ള, കേസരി ബാലകൃഷ്ണപിള്ള, എം പി പോൾ, മുണ്ടശ്ശേരി, കുട്ടിക്കൃഷ്ണമാരാർ, എം ലീലാവതി, എം കെ സാനു തുടങ്ങിയ നിരൂപക പ്രതിഭകൾ അടിസ്ഥാന ശിലയിട്ട് ബലിഷ്ഠമാക്കിയ, വളരെ സജീവമാക്കിയ മലയാള നിരൂപണ രംഗത്തേക്ക് 1970-കളിൽ നവനിരൂപകന്മാരുടെ ഒരു സംഘം കടന്നു വരികയുണ്ടായി. അതോടെ സാഹിത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളും സാഹിത്യത്തോടുള്ള സമീപനങ്ങളും തകിടം മറിയുകയാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അത്തരത്തിൽ നവനിരൂപകരുടെ രംഗപ്രവേശത്തോടെ ഒരു കൃതിയെ വായിച്ച് പഠിക്കുക, അതിനെ നിരൂപണം ചെയ്യുക, അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കുക, അതുമല്ലെങ്കിൽ അതിനെ ഖണ്ഡിക്കുക, മണ്ഡനം ചെയ്യുക, ഇതൊന്നുമല്ല നിരൂപണമെന്നും സാഹിത്യകൃതികളെ സർഗാത്മകമായി നിരീക്ഷിക്കുകയാണ് നിരൂപകൻ ചെയ്യേണ്ടതെന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് മലയാള നിരൂപണവും എത്തിച്ചേർന്നു. സാഹിത്യ നിരൂപണം എന്നത് ഒരു സർഗ പ്രക്രിയയാണെന്നും അതിന് അതിൻ്റേതായൊരു സർഗാത്മകവും കലാപരവുമായ ഒരു ഭാഷയുണ്ടെന്നും അവർ നമ്മളെ അറിയിക്കുകയാണ് ചെയ്തത്. അത്തരത്തിൽ ധാരാളം നിരൂപകന്മാർ കടന്നു വരുന്നതിൽ ഏറ്റവും ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരു പേരാണ് ശ്രീ ആശാ മേനോൻ. അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് ഇന്ന് ഫ്ലോറിലുള്ളത്. അദ്ദേഹത്തിൻ്റെ നിരൂപണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയാവുന്നത് നമ്മുടെ നവഭാവുകത്തിലെ നവപരിസ്ഥിതി ബോധം അദ്ദേഹത്തിൻ്റെ കൃതികളിലെല്ലാം വളരെ നിറഞ്ഞു തന്നെ കാണാവുന്ന ഒന്നാണ്. മറ്റൊന്ന്, ആശാ മേനോൻ സൃഷ്ടിച്ചെടുത്ത ഒരു നിരൂപണ ഭാഷ അല്ലെങ്കിൽ ചിന്തയുടെ ഭാഷ, അത് സംസ്കൃതത്തിൽ നിന്ന് ധാരാളം വാക്കുകൾ യഥോചിതം സ്വീകരിച്ചുകൊണ്ട് പ്രയോഗിക്കേണ്ടത് പ്രയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പുതിയ ഭാഷ സൃഷ്ടിക്കുകയുണ്ടായി. ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ മലയാള നവനിരൂപകന്മാർക്കിടയിൽ വളരെ പ്രധാനമായൊരു സ്ഥാനം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ നിരൂപണ പ്രക്രിയയുടെ സർഗാത്മകതയെ മുൻനിർത്തിക്കൊണ്ട് സാഹിത്യ സഖ്യം നാളെയാണ് അദ്ദേഹത്തിന് എം പി പോൾ സ്മാരക പുരസ്കാരം സമ്മാനിക്കുന്നത്. അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് സ്വാഗതം. ഞാൻ ഈ ആമുഖത്തിൽ പറഞ്ഞ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം തന്നെ ആദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ആമുഖത്തിനെ തന്നെ കുറച്ചുകൂടി ഒന്ന് ഇലോബറേറ്റ് ചെയ്യാം. അത് ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ പറയാം. അത് വേറൊന്നുമല്ല, ഈ 70-കളിൽ ഈ നവനിരൂപണം കടന്നു വന്ന ഒരു സാഹചര്യത്തെപ്പറ്റി അത് അങ്ങേക്ക് വിശദീകരിക്കാമോ? അങ്ങനെ സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിക്കാൻ എനിക്കാവില്ല. കാരണം ഞാൻ വിമർശനം പഠിച്ചിട്ടില്ല. ഞാൻ ലിറ്ററേച്ചർ, സാഹിത്യം എൻ്റെ വിഷയമായിരുന്നില്ല. മറ്റുള്ള എൻ്റെ ഒപ്പം തന്നെ ആ രീതിയിലല്ല ചോദിച്ചത്. കാരണം നവനിരൂപണം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഒരു അമ്പരപ്പ തോന്നുക. കാരണം ഞാൻ മനഃപൂർവ്വം മറ്റ് ആ വിമർശനത്തിൻ്റെ രീതികളും പരമ്പരായിട്ടുള്ള അതിൻ്റെ ചില അഭിനിവേശങ്ങളോ അല്ലെങ്കിൽ ചില അതിൻ്റെ ആവിഷ്കാരങ്ങളോ ഒന്നും ഞാൻ പരിചയിച്ചിട്ടല്ല വിമർശന രംഗത്തേക്ക് വന്നത്. അതൊരു പൊടുന്നനെയുള്ള വരവായിരുന്നു. കാരണം ഞാൻ അധ്യാപകനായിരുന്നില്ല ഒരിക്കലും. പലരും എന്നെ അധ്യാപകനായിട്ട് കണക്കാക്കിയിരുന്നു, പലരും റിസർച്ച് ചെയ്യുന്ന ഒരു സ്കോളറായിട്ടൊക്കെ അവരുടെ ഭാവന അനുസരിച്ചിട്ട് കരുതിയിരുന്നു. ഞാൻ അങ്ങനെയൊന്നും ആയിരുന്നില്ല. പൊടുന്നനെ വന്നൊരു സംഭവമായിരുന്നു വിമർശന രംഗത്ത്. അതിൻ്റെ മുമ്പിൽ അതുകൊണ്ടാണ് എനിക്ക് ഇതിൻ്റെ മുൻവിധികൾ എന്താണെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് വിമർശനം എഴുതുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു പാഠമുണ്ടായിരുന്നില്ല. ഞാൻ ആര്യക്കുട്ടി കൃഷ്ണമാരാരെ കുറിച്ച്, കൃഷ്ണമാരുടെ ഭാരത പര്യടനം ഞാൻ വായിച്ചിട്ടുണ്ട് എന്നല്ലാതെ അതിനെ വിമർശന അടിസ്ഥാനത്തിൽ അതിൻ്റെ കുറവുകൾ എന്താണ് അല്ലെങ്കിൽ മികവുകൾ എന്താണ് എന്നുള്ള രീതിക്കൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഒരു ഗ്രന്ഥം പോലെ വായിച്ചിട്ടുണ്ടേ ഉള്ളൂ.
എന്നെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് വരാനുള്ള ഒരു പ്രധാന കാരണം ഖസാക്ക് തന്നെയായിരുന്നു. ഖസാക്ക് എന്നുള്ള കൃതി ഞാൻ വായിക്കുമ്പോൾ 1968 തന്നെ, അത് പുസ്തകമായിട്ടല്ല വായിച്ചത്, ഖണ്ഡശ വന്ന സമയത്താണ് വായിച്ചത്. അപ്പോൾ അത് വായിച്ച സമയത്ത് എനിക്ക് എൻ്റെ ഉള്ളിൽ ചേർന്ന തറഞ്ഞ ചില പദങ്ങൾ, ആ പദങ്ങളും പിന്നെ അതിൻ്റെ ഒട്ടാകെയുള്ള മറ്റു പല വശങ്ങളും ഞാൻ ആദ്യത്തെ വായനയിൽ കണ്ടിട്ടില്ല എന്നുകൂടി പറയാം. പക്ഷേ ഈ ഒരു മർമ്മസ്ഥാനം അതാണ് എൻ്റെ മനസ്സിൽ കൊളുത്തിയത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ വിജയനൊരു കത്ത് എഴുതുകയുണ്ടായത്. എൻ്റെ ഈ നിരൂപണ രംഗത്തെയോ അല്ലെങ്കിൽ വിമർശന രംഗത്തെയോ എങ്ങനെയാണ് ഒരു സ്ഥായിയായിട്ടുള്ള ഒരു ഒരു ആവശ്യമായിട്ട് തന്നെ എനിക്കൊരു ആവശ്യമായിരുന്നു എൻ്റെ ഒരു ചോദ്യങ്ങൾക്കുള്ളൊരു ഉത്തരം. പക്ഷേ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടെന്ന് വിജയൻ്റെയും കൂടി അത് ആവശ്യമായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നത് വിജയൻ്റെ പെട്ടെന്നുള്ള കത്ത് കൂടിയാണ്. അത് എൻ്റെ വലിയൊരു തുടക്കമായിരുന്നു. അത് വിമർശനമായിട്ടോ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ള കത്തിടപാടുകൾ ഇതിനൊക്കെ ഇടപാടുകൾക്ക് മുമ്പ് ആദ്യത്തെ കത്തിനുള്ള ഒരു ആ കത്ത് എന്നെ തീർച്ചയായിട്ടും എന്നെ ആവിഷ്ടനാക്കിയിട്ടുണ്ട്. പക്ഷെ അതിലേറെ ആവിഷ്ടനാക്കിയിരുന്നു അത് അദ്ദേഹത്തെ. അത് വലിയൊരു പ്രാധാന്യമാണ്. 21 വയസ്സായ ഒരു ചെറുപ്പക്കാരന് അറിയില്ല എന്ന് OVJ എന്നുള്ള പേര് മാത്രമേ നമുക്കിടയിൽ അറിയുള്ളൂ. എന്താണ് അദ്ദേഹത്തിൻ്റെ അപരിമയമായിട്ടുള്ള കഴിവുകൾ, എന്താണ് അദ്ദേഹം മാറണമെന്നും അറിയില്ല. നമ്മുടെ മുമ്പിൽ ആ ഖസാക്ക് അതിൻ്റെ അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ അധ്യായങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉള്ളിൽ ഊറിയ ചില സംശയങ്ങൾ, ചില സന്ദേഹങ്ങൾ, അത് ഞാൻ അദ്ദേഹത്തിന് എൻ്റെ അതുപോലും അത് വല്ലാത്ത ഒരു നിമിത്തം എന്നോ പറയുന്നോ അല്ലെങ്കിൽ വളരെ വളരെ യാദൃച്ഛികം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ആ കത്ത് അദ്ദേഹത്തിന് എത്തിച്ചേരുന്നത് അതൊന്നും വിശദീകരിക്കേണ്ട ഇപ്പം അതിൻ്റെ ഒന്നും റെലവൻസ് ഇല്ല. പക്ഷെ അദ്ദേഹത്തിന് ആ കത്ത് എത്തിച്ചേർന്നതിൻ്റെ 8ാം ദിവസം എനിക്ക് ആ മറുപടി കിട്ടുന്നത്. 8ാമത്തെ ദിവസം വിജയനെ അറിയാതെ അജ്ഞാതനായിട്ടുള്ള ചെറുപ്പക്കാരന്, സുഹൃത്തെ താങ്കൾ ആരാണ് എന്നുള്ള രീതിക്ക് ആദ്യത്തെ വരി തന്നെ തന്നെ താങ്കളുടെ കത്ത് വായിച്ചാണെങ്കിൽ ഇത്തിരി കൂടി ദുർബലഹൃദനായിരുന്നെങ്കിൽ ഞാൻ കരഞ്ഞു പോയേനെ. ആദ്യത്തെ വാചകമാണ്, താങ്കളുടെ കത്ത് വായിച്ച് ഇത്തിരി കൂടി ദുർബലഹൃദനായിരുന്നെങ്കിൽ ഞാൻ കരഞ്ഞു പോയേനെന്ന്. അപ്പോൾ ഖസാക്കിൽ അദ്ദേഹം കണ്ട എല്ലാ കാഴ്ചകളും അല്ലെങ്കിൽ കാണാത്ത ചില കാഴ്ചകളും സ്വപ്നാധിഷ്ഠിതമായ ചില കാഴ്ചകൾ, അതിൻ്റെ വേദനകൾ, അതൊക്കെ ഇന്നാണ് കണ്ടറിഞ്ഞിട്ട് ഒരാൾ മനസ്സിലാക്കുന്നത്. ഞാൻ 6-7 കൊല്ലം ആ നോവൽ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം ഇന്ന് സാർത്ഥകമായി. അപ്പോൾ അത് എനിക്ക് വല്ലാത്തൊരു ഉണർവായിരുന്നു. നമ്മൾ എന്താ ആലോചിച്ചു, അത് പിന്നീടാണ് ഞാൻ അറിയുന്നത് ആരും ആ രീതിയിൽ ഖസാക്ക് വായിച്ചിട്ടില്ല എന്ന്. 1968 ഞാൻ ആ കത്ത് എഴുതുമ്പോൾ ഓഗസ്റ്റിലോ മറ്റേനാണ് ഞാൻ കത്ത് അതിൻ്റെ അവസാന ഇത് വരുന്ന സമയത്ത്, അവസാനത്തെ അധ്യായം വരുമ്പോൾ 28ാമത്തെ അധ്യായം വരുന്ന സമയത്താണ് ഞാൻ കത്ത് എഴുതുന്നത്. അപ്പോൾ ആരും ആ ഖസാക്ക് വായിച്ചാൽ അത് ഖണ്ഡശാല രീതിയിൽ വായിക്കുന്നത് തന്നെ നമുക്ക് പതിവില്ലല്ലോ. പുസ്തകമായിട്ടല്ലാതെ ആരും വായിക്കില്ല. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പുസ്തകമായിട്ടല്ലേ വായിക്കുള്ളൂ, അല്ലാതെ ഖണ്ഡശ നമുക്ക് വായിക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ അതിൽ കൂടി തന്നെ നമ്മളെ വളരെ തപ്തരാക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വളരെ അസ്വസ്ഥരാക്കുന്ന, നമ്മളെ വല്ലാതെ ഉത്കണ്ഠ ജനിപ്പിക്കുന്ന ചില പദങ്ങളും ചില രൂപങ്ങളും അതെടുത്ത് പറഞ്ഞു. പിന്നീടാണ് അദ്ദേഹം പറയുന്നത് ഖസാക്കിൻ്റെ ചില മർമ്മസ്ഥാനീയമായിട്ടുള്ള ചില കാര്യങ്ങൾ, രൂപങ്ങൾ, അതിലൊരു ക്രക്സ് അല്ലെങ്കിൽ അതിനൊരു കോർ കൺസെപ്റ്റ് ഉണ്ടെന്ന് അദ്ദേഹം പിന്നെ എഴുതുക. അത് കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുതുന്നത്. അതിൽ ഖസാക്കിലൊരു കോർ കൺസെപ്റ്റ് ഉണ്ട്. അത് കണ്ടെത്തിയ ആദ്യത്തെ വായനക്കാരൻ താങ്കളായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ കുറിച്ചിട്ട് ഖസാക്കിൻ്റെ സംഗീതം എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതാൻ ഇടയാവുന്നതും. അത് എഴുതിയിട്ട് പ്രസിദ്ധീകരിക്കാൻ വിശ്വസിക്കില്ല, താങ്കൾ വിശ്വസിക്കില്ല, അല്ലെങ്കിൽ സാഹിത്യ ലോകം തന്നെ വിശ്വസിക്കില്ല. 2-3 കൊല്ലം മലയാള നാടിൻ്റെ ഇതിൽ പത്രാധിപ സമിതിയിൽ അത് വെച്ചിരുന്നു. അന്ന് കാക്കനാടനായിരുന്നു അതിൻ്റെ പത്രാധിപര്. ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ആയിരിക്കണം 75-ലാണ് പ്രസിദ്ധീകരിച്ച് വരുന്നത്. കാരണം ഞങ്ങൾ പഠിക്കുന്ന ഖസാക്ക് പഠിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഏറ്റവും മുമ്പിൽ വരുന്നത് ഖസാക്കിന്റെ സംഗീതം എന്ന് പറഞ്ഞാൽ അതെ. അത് പക്ഷേ കാക്കനാടനെ പ്രസിദ്ധീകരിക്കാൻ മടിച്ചു. കാക്കനാടനാണോ മടിച്ചത്, BBC നായരാണോ മടിച്ചത് എനിക്കറിയില്ല. എനിക്ക് ആരെയും അതിനെക്കുറിച്ചിട്ട് ഞാൻ ആലോചിക്കുന്നില്ല. പക്ഷെ അത് 2-3 കൊല്ലം അവരുടെ കോൾഡ് സ്റ്റോറേജ് എന്ന് പറയുന്ന ആ ഒരു ആരുമയായിട്ടുള്ള വാക്കുണ്ടല്ലോ, കോൾഡ് സ്റ്റോറേജ് ഒന്നും. അപ്പം അതിലിരുന്ന്, പക്ഷേ അതിന് കോൾഡ് സ്റ്റോറേജിൽ ഇരുന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനം അത് 75-ൽ പ്രസിദ്ധീകരിച്ച് കൃതമായി എന്നുള്ളതാണ്. പലരും ഇന്ന് തന്നെ ഓർമ്മിക്കുന്നത് ആദ്യം മലയാള മാതൃഭൂമി ആഴ്ച പേപ്പറിൽ വന്ന പാപമെന്ന നിർമ്മല്യം എന്നുള്ള അതിൻ്റെ പേരിലല്ല. ബോധലയെക്കുറിച്ച് ഞാൻ എഴുതിയതും മാതൃഭൂമി ആഴ്ച പേപ്പറിൽ വളരെ ഒരു ഇതിലും, അല്ലെങ്കിൽ സാർത്തിനെ കുറിച്ച് ഞാൻ എഴുതിയതും സ്വാതന്ത്ര്യത്തിൻ്റെ അടിമകൾ എന്നുള്ള രീതിയിലും ആ ലേഖനത്തിൻ്റെ പേരിലല്ല, പക്ഷേ താങ്കൾ പറഞ്ഞ പോലെ ഖസാക്കിൻ്റെ പേരിലാണ്. അപ്പോൾ അത് വളരെ പ്രാധാന്യത്തോടുകൂടി അവർക്ക് മനസ്സിലായത് ഖസാക്കിൽ ഇതിലെന്തോ ഉണ്ട് എന്ന്, എൻ്റെ എഴുത്തിൽ എന്തോ ഉണ്ട് എന്ന്, ഖസാക്കിൻ്റെ സംഗീതത്തിൽ എന്തോ വളരെ വളരെ കാതലായിട്ടുള്ള ഒരു കാര്യമുണ്ട് എന്ന്. അപ്പോൾ അത് വായിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ വിമർശന രംഗത്ത് വരുന്നത് തന്നെ.
അപ്പോഴും നമുക്ക് ഈ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. അത് തുറന്നു പറയാം. അതിൻ്റെ ഒരുപാട് പരിമിതികൾ എന്നിലുണ്ട്, കൃത്യമായിട്ട് പഠിക്കാത്തതുകൊണ്ട്. പക്ഷേ കൃത്യമായിട്ട് പഠിക്കാത്തതിൻ്റെ ചില ബഹുമതികളും എനിക്ക് അങ്ങനെ കിട്ടി. കാരണം ഏതിനെയും ഒരു മുൻവിധിയില്ലാതെ ഒരു കൃതിയെ മാത്രം നമുക്ക് സമീപിക്കാനുള്ള ഒരു മനസ്സുണ്ട്. എൻ്റെ മുൻപിൽ ഒരു പരമ്പരയില്ല. കഥാസാഹിത്യത്തിൻ്റെ പറഞ്ഞ പോലെ തങ്ങൾ ഇത് പഞ്ചാൻ കേസരി ബാലകൃഷ്ണപിള്ളയുടെ കൃതികളൊക്കെ ഞാൻ പിന്നീടാണ് വായിച്ച്, ഗുപ്തൻ നായരെ പിന്നീടാണ് വായിച്ച്, അല്ലെങ്കിൽ മുണ്ടശ്ശേരി മുണ്ടശ്ശേരി ഭാരത പര്യടനം ഒഴികെ മറ്റുള്ള എല്ലാ നിരൂപന്മാരെയൊക്കെ കൃതികൾ പിന്നീടാണ് വായിച്ചത്. കാരണം ആ വായിച്ചതിൻ്റെ പുറകിൽ തന്നെ ഞാൻ ഒരുപാട് നിശ്ചിതമായിട്ട് ആക്ഷേപിക്കപ്പെട്ട ഒരു എഴുത്തുകാരൻ, ഞാൻ വിമർശനമാണ്. കാരണം എഴുതുന്നത് മനസ്സിലാവണില്ല. കാരണം എഴുതുന്നത് എൻ്റെ കയ്യിൽ മുൻവിധികളില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ സ്വതന്ത്രമായിട്ടുള്ള രീതിയിൽ താങ്കൾ ആദ്യം പറഞ്ഞ സർഗാത്മക രഥ്യ അല്ലെങ്കിൽ സർഗാത്മക പ്രക്രിയ അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. എനിക്ക് വിമർശനം ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ ആർട്ടണം എന്നുള്ള ഒരു തോന്നലും ഉണ്ടായിരുന്നില്ല. കാരണം ഭാഷയ്ക്ക് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ ഓരോന്നൊരു കത്ത് പോലും ഞാൻ അങ്ങനെ എഴുതാറുള്ളൂ. അതുകൊണ്ടായി പലരും പിന്നീടൊക്കെ പറയുന്നത് ശീർഷകങ്ങൾ മാത്രം ചേർത്ത ഒരു പുസ്തകം എന്നുള്ള രീതിയിൽ കുറച്ചൊക്കെ സ്നേഹവും വാത്സല്യവും അമിതമായിട്ട് ചേർത്തിട്ടെങ്കിൽ പറയാം. അങ്ങനെ ശീർഷകങ്ങൾ കൊണ്ടുവന്ന് മാത്രം അത്രത്തോളം കവിത ഊറി നിൽക്കുന്നുണ്ട്. മറ്റു പലരും പറയുന്നത് താങ്കൾക്ക് കവിത എഴുതാമായിരുന്നില്ലേ. എനിക്കതിൽ ഒരു ഖേദവുമില്ല. കവിത എഴുതിയിട്ട് അങ്ങനെയല്ല. ഞാൻ വിമർശനത്തിന് ഭാഷയാണ് നമുക്ക് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അതുവരെ അങ്ങനെ അല്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ തിരിച്ചു വെച്ചത് എന്തുകൊണ്ടാണ് എല്ലാവരും എൻ്റെ നേരെ ഇങ്ങനെ ചാടിക്കയറുന്നതും അല്ലെങ്കിൽ എൻ്റെ നേരെ അപഹസിക്കാൻ മുതിരുന്നതും. കാരണം അവർ ശീലിച്ച ഒരു വിമർശന ഭാഷയല്ല അതിൽ ഞാൻ യോജിക്കുന്നത്. വേറെ രൂപങ്ങളും മറ്റു കാര്യങ്ങളും പ്രതിബിംബങ്ങളും എല്ലാം ഈ വിമർശനത്തിൽ നമ്മൾ ഉൾച്ചേർത്ത് വന്നു, അല്ലെങ്കിൽ ഉൾച്ചേർക്കേണ്ടതാണ് തോന്നി. അപ്പോഴേ ഒരു കൃതാർത്ഥത നമുക്ക് കിട്ടുന്നുള്ളൂ. എഴുതുന്നതിൻ്റെ വലിയൊരു മൂല്യം അവനവനെ ഒന്ന് തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണെങ്കിൽ അതാണ് ഞാൻ എൻ്റെ വിമർശനം എന്നുള്ള രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ കഥ എഴുതുക, അല്ലെങ്കിൽ അതിൽ ഖണ്ഡനമാവുക അല്ലെങ്കിൽ മണ്ഡനമാവുക. ഖണ്ഡനം മണ്ഡനം എന്നുള്ളതിൻ്റെ വിശേഷം അല്ലെങ്കിൽ വ്യത്യാസം പോലും അതിനെക്കുറിച്ച് ഞാൻ ജാഗരൂകനായിട്ടേ ഇല്ല. നമ്മുടെ മുമ്പിൽ ഒരു കൃതി വരുന്നു, ആ കൃതിയിൽ നിന്ന് നമുക്ക് എന്താ ഊറാൻ പറ്റുന്നത്. പിന്നെ കൃതിയിൽ നിന്ന് നമ്മൾ എത്രമാത്രം നമ്മൾ വീണ്ടും പോകുന്നു എന്ന് ഒരു സ്പ്രിംഗ് ബോർഡ് പോലെ ഇന്ന് വീണ്ടും പുതിയ ആശയങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ടോ, അതിന് നമുക്ക് ചേരുന്ന തരത്തിലൊരു ഭാഷ നമ്മൾ അവലംബിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ നവനിരൂപണം എന്നുള്ള രീതിയിൽ ഞാൻ എങ്ങനെയാണ് നവനിരൂപണത്തിൻ്റെ ഇത് ഞാൻ ആലോചിച്ചിട്ടില്ല. അങ്ങനെ അവരോധിക്കപ്പെടാൻ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷേ എഴുതുന്നതിൽ എന്തോ ഒരു പുതുമയുണ്ട്. ഇതിനെ പറയുമ്പോൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഖസാക്കിൻ്റെ ആ ഒരു 3 ലക്കത്തിൽ മറ്റേ മലയാള നാട്ടിൽ വന്ന ലേഖനമുണ്ടല്ലോ, അതുവരെയുള്ള ഖസാക്കായിരുന്നില്ല ഞങ്ങളുടെ അതിന് ശേഷമുള്ളത്. പിന്നീടും ഒരുപാട് പേര് കൂടുതൽ കടന്നു പറഞ്ഞിട്ടുണ്ട് ഖസാക്കാക്കിയത് താങ്കളാണെന്നുള്ളത്. കാരണം വിജയനെ കുറിച്ചിട്ടും ഖസാക്കിനെ കുറിച്ചിട്ടും പറഞ്ഞവർ മുഴുവനും അതിൻ്റെ തെറ്റായിട്ടുള്ള ഒരു ആംഗിൾ കൂടിയോ അല്ലെങ്കിൽ പതിവ് രീതിയിലുള്ള ഒരു സാമ്പ്രദായികം എന്നും പറയാവുന്ന രീതിയിലായിരുന്നു അവരെ കണ്ടത്. ആ സാമ്പ്രദായികമല്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞ ഒറ്റ ആളും ഞാനായിരുന്നു. അതുകൊണ്ടാണ് വിജയൻ എന്നെ ആശ്ലേഷിക്കാൻ മുതിർന്നത് കത്തുകളിൽ കൂടിയിട്ടും പദങ്ങളിൽ കൂടിയിട്ടും. അതുകൊണ്ടാണ് പിന്നീട് പിൽക്കാലം പറഞ്ഞത് ഞാൻ എഴുതുന്ന ഒരൊറ്റ ആൾക്ക് വേണ്ടിയിട്ടാണെന്ന് വിജയൻ്റെ വായിന്ന് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു സാർത്ഥക നിമിഷമായിരുന്നു അങ്ങനെയെന്ന് പറഞ്ഞത്. അപ്പോൾ പലരും ആ തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള വെറുതെ അപ്പാരൻ്റായിട്ട് പെട്ടെന്ന് നോക്കിയാൽ കാണാവുന്ന രീതി മാത്രമേ എല്ലാവരും വായിച്ചുള്ളൂ. പക്ഷെ എനിക്കത് വേറെ രീതിയിൽ വായിക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് ഈ നിരൂപണത്തിന് ഞാൻ അങ്ങനെ പിന്നെ സമാന്തരമായിട്ട് തന്നെ വി രാജകൃഷ്ണനോ അല്ലെങ്കിൽ കെ പി അപ്പനോ അല്ലെങ്കിൽ നരേന്ദ്ര പ്രസാദോ ഒക്കെ ആ രീതിയിൽ ഞങ്ങളാരും ഇത് ആസൂത്രണം ചെയ്ത് നവനിരൂപം എന്നാൽ തുടങ്ങാം, നിരൂപണം ഇനി നിന്ന് തുടങ്ങാം, പഴയതിനെയൊക്കെ നമുക്ക് വലിച്ചെറിഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു ഇതുമല്ല. അത് വളരെ സ്വാഭാവികമായിട്ട് സംഭവിച്ച കാര്യമാണ്. പക്ഷെ അത് സ്വാഭാവികമായിട്ടുണ്ടായതാണ്. ഒന്ന് ആരും പരസ്പരം ബന്ധിതരായിരുന്നില്ല. പരസ്പരം ഞങ്ങളെ ബന്ധിച്ച ഒറ്റ വസ്തുത ഖസാക്കായിരുന്നു. വായിച്ച 4 പേരെ വായിക്കുമ്പോഴും അറിയാം. കാരണം 4 പേരും 4 രീതിയിലാണ് ചിന്തിക്കുന്നത്, പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത്. 4 പേർക്കും പൊതുവായിട്ടുള്ളൊരു വസ്തുത ഖസാക്കായിരുന്നു. ഖസാക്കായിരുന്നു, ആൾക്കൂട്ടമല്ല. ആൾക്കൂട്ടത്തിനെ കുറിച്ചിട്ട് അങ്ങനെയുള്ളൊരു ഇത് വന്നില്ല. പക്ഷെ ഖസാക്ക് അങ്ങനെയല്ല. ഖസാക്കിൽ ഉപയോഗിച്ച ആ ഭാഷയും അതിൻ്റെ ഈ സംഗീതാത്മകം തന്നെ പറയാവുന്ന തരത്തിലുള്ളത്. പക്ഷെ ഈ ഒരു ദർശനപരമായിട്ടുള്ളൊരു കാര്യങ്ങളിലേക്ക് അവരാരും എത്തിയില്ല. ഇപ്പോൾ തന്നെ ദുരൂഹമായ ദുഃഖം, ദുരൂഹമായ സ്ഥലരാശി, ദുരൂഹതയുടെ ദുഃഖം എന്നുള്ള ഈ വേർഡ്സൊക്കെയാണ് ഞാൻ അത് കോട്ട് ചെയ്ത് ആദ്യത്തിൽ എഴുതിയത്. ദുരൂഹമായ സ്ഥലരാശി എന്ന് വലിയൊരു ബിംബമാണ്. 2 ദുരൂഹമായ സ്ഥലരാശി 2 ഉള്ളൂ. സ്പേസിൻ്റെ ഒരിക്കലും നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത അനന്തമായ സ്പേസ്. ആ സ്പേസിൽ എവിടെയാണ് ഭൂമിയുടെ സ്ഥാനം, ഭൂമിയിലെ ജീവജാലങ്ങളുടെ സ്ഥാനം,
ഈ ജീവജാലങ്ങളുടെ ഇടയ്ക്ക് മനുഷ്യൻ്റെ സ്ഥാനം, ഇതിനെയൊക്കെ വളരെ തൊടുത്തുവിടുന്ന തരത്തിൽ, ആഴത്തിൽ തൊടുത്തുവിടുന്ന തരത്തിലാണ് രവിയുടെ അപൂർണമായിട്ടുള്ള തീസീസിൽ അവിടെയാണ് ഉപനിഷത്തുകളും അസ്ട്രോഫിസിക്സും കൂടി കടന്ന രസാവഹമായൊരു കലർപ്പ്. ഇതാരും പലരും കണ്ടിട്ടില്ല. ഖസാക്കിൽ ഇതാരും വായിച്ചിട്ടുമില്ല. ആ വായിച്ചു എന്നുള്ള ഒരു കേമത്തം മാത്രമേ എൻ്റെ ഭാഗത്തുള്ളൂ. അല്ലെങ്കിൽ വിജയനെ ഏറ്റവും അധികം തൃപ്തിപ്പെടുത്തിയത് ഈ പദങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ ആലോചിച്ച് വളരെ വളരെ ക്ലേശിച്ച് എൻ്റെ ഉള്ളിൽ തന്നെ ഒരിക്കലും ഉത്തരം കിട്ടാത്ത കാര്യങ്ങൾ ഞാൻ എഴുതിയത് ഈ വക രൂപങ്ങളിൽ കൂടിയിട്ടാണ്. അത് കണ്ടെത്തിയത് താങ്കൾ മാത്രമായിരുന്നു പറഞ്ഞു. അപ്പം അതും അതിലൊരു സർഗാത്മകതയുടെ ഒരു ശ്രമമുണ്ട്. പറഞ്ഞ വായന എഴുത്ത് പോലെ തന്നെ സർഗാത്മകമാണ് വായന. അങ്ങനെ സർഗാത്മക വായനയിൽ നിന്നാണ് ഈ വേറെ ഒരു രീതിയിലുള്ള വിമർശനം ഉളവാവുന്നത്. അതുകൊണ്ടാണ് താങ്കളുടെയൊക്കെ കാലം കൊണ്ട് ഈ നിരൂപണം, ഈ കഥയും കവിതയും ഒക്കെ പോലെ തന്നെ. അതെ 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 തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഭാഷ എന്നുള്ളത് പലർക്കും ഇന്നൊരു സംശയമുണ്ട്, നിരൂപണത്തിന് ഭാഷ ആവശ്യമാണോ എന്ന്. അത് നിങ്ങൾക്ക് കവിത എഴുതിയ പോരായിരുന്നു. എത്ര നിരർത്ഥകമായ ചോദ്യം എന്ന് ഞാൻ അന്നും ഇന്നും പറഞ്ഞിട്ടുണ്ട്. ഭാഷയില്ലാതെ ഒന്നുമില്ല. അല്ലാതെ വെറുതെ വ്യാഖ്യാനങ്ങളല്ല. അത് നിരൂപണം, സർഗാത്മക നിരൂപണം എന്ന് വെച്ചാൽ വ്യാഖ്യാനങ്ങളല്ല. അത് ആ കൃതി നിർത്തിയെഴുതുന്ന ഇന്നും ഇപ്പോൾ നമ്മളൊരു കൃതിയെക്കുറിച്ച് എഴുതുന്ന സമയത്ത് ഇതിൻ്റെ ഓഥേഴ്സ് അവരെന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ കണ്ടതിൽ കൂടുതൽ നിങ്ങൾ കണ്ടു എന്ന്. അതിപ്പോൾ സ്നേഹം കൊണ്ട് പറയുന്നതല്ല, ഞങ്ങൾ കണ്ടതിൽ കൂടുതൽ. അപ്പൊ നമുക്ക് തന്നെ വായിക്കുമ്പോൾ വായനയുടെ ഒരു പ്രത്യേകതയും കൂടെയാണത്. വായനയുടെ പ്രത്യേകതയും അതല്ലെങ്കിൽ നമ്മൾ അതിൽ എങ്ങനെ അത് ഇൻവോൾവ് ചെയ്യുന്നു എന്നുള്ളത്. അതിലിപ്പോൾ എങ്ങനെ ആബദ്ധനാവുക എന്നുള്ള രവിയുടെ അല്ലെങ്കിൽ വിജയന്റെ വാക്കണത്, ആബദ്ധനായി പോയി എന്നുള്ളത്. അതിനു മുമ്പ് മലയാള സാഹിത്യത്തിൽ ആരും ഒരു പദം അങ്ങനെ നോവൽസിനെ കുറിച്ച് എഴുതിയിട്ടില്ല. ആബദ്ധനാവുക എന്നുള്ളത്, ബദ്ധനാവുക, ആബദ്ധനാവുക, അതിൽ നമ്മൾ ഇൻവോൾവ് ആവുക. അപ്പോൾ ഖസാക്കിൻ്റെ ഈ പറഞ്ഞ പോലെ അതെനിക്ക് വെറും ഒരു സാഹിത്യമായിരുന്നില്ല. ഖസാക്കിൽ ഞാൻ തേടിയ ഉത്തരങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നെ ഉള്ള ഉത്തരങ്ങളായിരുന്നു, ജീവിതത്തിൽ തന്നെ ഓർന്ന വന്ന സന്ദേഹങ്ങളായിരുന്നു. അതുകൊണ്ട് അതിൽ ഈ ആത്മാംശം കലരുന്നു. കഥയിലും കവിതയിലും മാത്രമല്ല, അല്ലെങ്കിൽ നോവലിലും മാത്രമല്ല, ആത്മാംശം നിരൂപണത്തിലും ആത്മാംശം ആവാം എന്ന് നമുക്ക് ബോധ്യം വന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് പിന്നീട് അത് പാരിസ്ഥിതിക കാര്യങ്ങളിലേക്കൊക്കെ വരുന്നത്. അല്ലെങ്കിൽ മുഴുവൻ ഭൂമിയെ ആസ് എ ഹോൾ എന്നുള്ള രീതിയിൽ കാണുന്നത്. മനുഷ്യൻ മാത്രമല്ല അവിടെ. അത് വലിയൊരു തെറ്റിദ്ധാരണയായിരുന്നു ആ കാലത്ത്. ആ പുരോഗമന സാഹിത്യത്തിൽ തന്നെ വലിയൊരു തെറ്റിദ്ധാരണ. കാരണം മനുഷ്യന് വേണ്ടിയിട്ടാണ് ഈ ജഗത്ത് നിലകൊള്ളുന്നത്, മനുഷ്യൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്. അതിലവർ ആ മനുഷ്യൻ്റെ അഭിവൃദ്ധി തീർച്ചയായിട്ടും നല്ലതാണ്, തീർച്ചയായിട്ടും അഭികാമ്യമാണ്. പക്ഷേ മനുഷ്യൻ്റെ അഭിവൃദ്ധിക്കൊപ്പം മറ്റ് പലതും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരുന്നു, നമ്മൾ പരിഗണിക്കേണ്ടി വരുന്നു. മനുഷ്യൻ മാത്രമല്ല ഈ ഭൂമുഖത്ത് എന്നുള്ള വലിയൊരു സത്യം. അതാണ് പിന്നീട് അതുകൂടി നമ്മൾ എഴുതുമ്പോൾ എൻ്റെ രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ ടൈറ്റിലിനെ കലിയുഗാരണ്യങ്ങൾ. ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചൊരു ടൈറ്റിലാണ്. കാരണം സാറിൻ്റെ ഈ ടൈറ്റിലുകൾ, ശീർഷകങ്ങൾ മിക്കതും വളരെ പ്രത്യേകതയുള്ളതും കാവ്യാത്മകവുമായിട്ടുള്ള ശീർഷകങ്ങളാണ്. ഈ കലിയുഗാരണ്യങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ളൊരു സാധനമാണ്. അത് പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കലിയുഗം എന്നുള്ള ഈ അരണ്യങ്ങൾ എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ കലിയുഗം എന്ന് ചേർക്കുമ്പോൾ അത് രണ്ട് കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ രണ്ട് സംസ്കൃതിയുടെ ഒരു വലിയ സംയോജനവും. കലിയുഗാര അതുവരെ കലിയുഗം എന്നുള്ള ഒരു വാക്ക് പൊന്നിക്കർ റഫി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, കലിയുഗം. പക്ഷെ അരണ്യങ്ങൾ എന്ന് ചേർക്കുമ്പോൾ അതിന്റെ വലിയൊരു പ്രസക്തി നമുക്ക് ലബ്ധമാവുന്നത് അങ്ങനെയാണ്. കലിയുഗാരണ്യങ്ങൾ, അതിൽ പുതിയ അരണ്യങ്ങൾ എന്നുള്ളൊരു ലേഖനമേ ഉള്ളൂ. അതിൻ്റെ മർമ്മസ്ഥാനത്തുള്ള ലേഖനം പുതിയ അരണ്യങ്ങൾ എന്നുള്ളൊരു തോറോവിൻ്റെ, ഹെൻറി ഡേവിഡ് തോറോവിൻ്റെ വാൾഡ് എന്നുള്ളതിനെ കുറിച്ചുള്ള പുതിയ അരണ്യങ്ങൾ. പക്ഷേ ആ ടൈറ്റിലല്ല ഞാൻ ഉപയോഗിച്ചത്, കലിയുഗാരണ്യങ്ങൾ തന്നെയായിരുന്നു. അത് ബോധപൂർവം തന്നെയായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ആവശ്യമാണ് അതുള്ള ആരണ്യക ചിന്ത, അല്ലെങ്കിൽ ആരണ്യങ്ങളെ ചുമട്ടുള്ള നമ്മുടെ ഉത്കണ്ഠ, അല്ലെങ്കിൽ ഈ വെൽബീയിങ്, സ്വസ്തി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മാത്രം ഒരു കാര്യമല്ല, എല്ലാ ജീവജാലങ്ങളുടെയും. അപ്പോഴേ ഒരു ഹോൾ, ടേക്കൻ ആസ് എ ഹോൾ എന്ന് പറയുന്നത് ഭൂമിയുടെയും സ്വസ്ഥയായിട്ട് മാറുന്നു. അത് നമ്മൾ എഴുതുന്നത് 1981 44 കൊല്ലം കഴിഞ്ഞാൽ ആ പുസ്തകം വായിക്കുമ്പോഴും ഇത് പഴയതായി എന്നുള്ള തോന്നലല്ല നമുക്ക് വരുന്നത്. അത് കൂടുതൽ പ്രസക്തി ആർജിച്ചു. അന്ന് ഓസോൺ വിള്ളലൊന്നുമില്ല. പിന്നീട് ഓസോൺ വിള്ളൽ വരുന്ന ഭൂമിയെ മനുഷ്യൻ ടാമ്പർ ചെയ്യുന്നത് മറ്റൊരു മൃഗജാതിയോ മറ്റൊരു ജീവജാതിയോ പർവ്വജാതിയോ അല്ല ടാമ്പർ ചെയ്യുന്നത്, മനുഷ്യനാണ് ടാമ്പർ ചെയ്യുന്നത്. അതുകൊണ്ട് അത് കണ്ടെത്തുന്നത് മനുഷ്യനാണ്. അതേ നമ്മുടെ വലിയൊരു ആശ്വാസമുള്ളൂ. മനുഷ്യൻ തീർച്ചയായിട്ടും ഒരു അകർമ്മം ചെയ്തെങ്കിൽ ആ അകർമ്മം ചെയ്തത് എങ്ങനെയെന്നും അതിനെ എങ്ങനെ നികത്താം, അതിനെ എങ്ങനെ മാറ്റാമെന്നും കണ്ടെത്തുന്നതും ചില വിവേകികൾ കൂടിയിരുന്നു. ആ വിവേകികളിൽ നിന്നാണ് ഇത് കൂടി വരുന്നത്. അതിനെങ്ങനെയാണ് ഈ കലിയുഗാരണ്യങ്ങൾ എന്നുള്ള വലിയൊരു
മുന്നോടിയായിട്ട് ഭവിച്ചത്. അതും ഞാൻ മനഃപൂർവ്വം നിന്നും അങ്ങനെ അവകാശപ്പെടുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു പുതിയ പുരുഷാർത്ഥങ്ങൾ എന്നുള്ള പുസ്തകത്തിൽ നിന്ന് രണ്ടാമത് കലിയുഗകാരണ്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഞാൻ അറിയാതെ തന്നെ അത് നിർണയിക്കപ്പെടുകയായിരുന്നു. എൻ്റെ ഒരു ദിശ എങ്ങനെയാണെന്നുള്ളത്. അല്ലെങ്കിൽ അതും ചെന്നിട്ട് ജീവൻ്റെ കയ്യൊപ്പ് എന്നും തനുമാനസി എന്നുള്ള തുടരെയായിട്ടുള്ള ആ പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള പരിസ്ഥിതി വിവേകം ഊറി നിൽക്കുന്ന പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള പുസ്തകങ്ങളാണല്ലോ കൂടുതൽ. പിന്നീട് എല്ലാ പുസ്തകങ്ങളും അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാര്യം തന്നെയാണ് അതിൽ വളരെ വളരെ രസകരമായിട്ട് ഇന്നിപ്പോൾ നോക്കുമ്പോൾ ഇത്രയും കാലം കഴിഞ്ഞിട്ട് 1978 പുതിയ പുരുഷാർത്ഥങ്ങൾ വരുന്നത്. അത് കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞിട്ട് 81-82 കലിയുഗകാരണ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ കലിയുഗകാരണ്യങ്ങൾ ചിലപ്പോൾ സംഭവിക്കില്ലായിരുന്നു. വളരെ രസകരമായിട്ടൊരു സംഗതിയാണ്. കാരണം ഈ ഒരു പുസ്തകത്തിന് 10 ലേഖനങ്ങളാണോ സാധാരണഗതിയിൽ? അന്നത്തെ ഒരു 10 ലേഖനങ്ങൾ 12 ലേഖനങ്ങൾ. അപ്പോൾ പുതിയ പുരുഷാർത്ഥങ്ങൾ 10 ലേഖനങ്ങളാണുള്ളത്. അപ്പോൾ അന്ന് ഈ പുതിയ കാരണ്യങ്ങൾ ഞാൻ എഴുതി ഈ മലയാള നാട്ടിന് അയച്ചു കൊടുത്തിരുന്നു. അത് നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ കോൾഡ് സ്റ്റോറേജ് അന്ന് അത് BBC നേരാ ചെയ്തത് കേട്ടോ. പിന്നീട് അദ്ദേഹം എന്നോട് കണ്ട് പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് ഈ 9-10 മാസം ഞാൻ പ്രസിദ്ധീകരിക്കാതെ സൂക്ഷിച്ചതെന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിരുന്നു. അത് എന്താ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ പുതിയ കാരണ്യങ്ങൾ എന്നുള്ളത് പ്രസിദ്ധീകരിച്ച് വന്നില്ല. അപ്പോൾ പുതിയ കാരണ്യങ്ങൾ വന്നെങ്കിൽ ചിലപ്പോൾ അത് പുതിയ പുരുഷാർത്ഥങ്ങൾക്ക് അനുബന്ധമായിട്ട് 11ാമത്തെ ഒരു ലേഖനമായിട്ട് വന്നെ. പക്ഷെ അത് വരാത്തതുകൊണ്ട് നിമിത്തങ്ങളിൽ വളരെ അതിശയിച്ച് ഞാൻ പോകുന്നതാ. അത് വരാത്തതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാക്കി. കാരണം പുതിയ കാരണ്യങ്ങൾ ഉൾപ്പെടുന്ന മറ്റൊരു പുസ്തകത്തിനല്ല, പുസ്തക പരമ്പരയ്ക്കല്ല, ഒരു സെൻസിബിലിറ്റിയുടെ തന്നെ ഒരു പരമ്പരയ്ക്ക്, ഒരു സംവേദനത്തിൻ്റെ ഒരു പരമ്പരയ്ക്ക് അത് നിമിത്തമായി എന്നുള്ളതാണ്. കാരണം പുതിയ കാരണ്യങ്ങൾ ഉൾക്കുന്നതും അതിലെ നെഹ്റുദയുടെ കവിതകളുണ്ട്, നെഹ്റുദയുടെ കവിതകൾ പെരലുകളുടെ നീലിമ എന്ന് പറഞ്ഞു അങ്ങനെ തുടങ്ങുന്നത്. അങ്ങനെ അത് തുറന്ന് അതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ലേഖനം കൂടിയുണ്ട്, ഷൂമാക്കറുടെ എക്കണോമിക്സിനെ കുറിച്ചിട്ട്, സരളതയുടെ സമ്പദ് ശാസ്ത്രം എന്ന് പറഞ്ഞിട്ട്. A study of economics as if human being concerned, human being mattered, as if man mattered. A study of economics as if man mattered. അതായത് മനുഷ്യനെ ബാധിക്കുന്ന തരത്തിൽ ഒരു സമ്പദ് ശാസ്ത്രം, മൃഗങ്ങളെയല്ല മനുഷ്യനെ ബാധിക്കുന്നത്. അത് അന്ന് പിന്നീട് അത് പ്രമാണമായിട്ട് മാറിയത് എക്കണോമിക്സിന്റെ പ്രമാണമായി മാറി, ബുദ്ധമതത്തിന്റെ പ്രമാണമായി, അല്ലെങ്കിൽ എല്ലാ ധർമ്മചര്യകളുടെയും പ്രമാണമായിട്ട് മാറി ഷൂമാക്കറുടെ ആവുന്നത്. അപ്പോൾ അത് എഴുതാനിടയായതും അതിൽ ചേർക്കാനിടയായതും അത് വലിയൊരു സെൻസിബിലിറ്റിക്ക് തന്നെ ഒരു വഴി തുറന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നും ആ പ്രാമാണികമായിട്ടുള്ള ഗ്രന്ഥം ഷൂമാക്കറുടെ സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്നാണ്, ചെറുതാണ് സുന്ദരം എന്നുള്ളത്. അത് അന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. അത് ഈ ഹെൻറി ഫോർഡിന് എതിരായിട്ടുള്ളൊരു വാക്യം കൂടിയാണ്. അന്ന് ഞാൻ അത് എഴുതുമ്പോൾ എനിക്ക് അതിൻ്റെ മറ്റൊരു കണ്ടന്റ് മാത്രമേ മനസ്സിലായിരുന്നുള്ളൂ. അതിലും തീർച്ചയായിട്ടും പാരിസ്ഥിതികമായിട്ടുള്ള ചിന്തയുണ്ട്. പക്ഷെ ഹെൻറി ഫോർഡിന്റെ വലുതാണ് സുന്ദരം എന്നായിരുന്നു അന്നത്തെ മുദ്രാവാക്യം. അമേരിക്കൻ നാട്ടിലുള്ള എനിത്തിങ് ബിഗ് ഈസ് ബ്യൂട്ടിഫുൾ, എനിത്തിങ് ബിഗ് ഈസ് ഓതന്റിക്, എനിത്തിങ് ബിഗ് ഈസ് ഓൾവേസ് വെൽക്കം. അപ്പോൾ അതിനെതിരായിട്ട് സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് എന്തുമാത്രം വിനീതമായിട്ടുള്ള ഒരു ടൈറ്റിൽ നമ്മൾ ഇന്ന് ആലോചിക്കുന്ന സമയത്ത് അതിൻ്റെ എത്രമാത്രം ആഴത്തിലാണ് അദ്ദേഹം അത് കാണുന്നത്. അതോ അദ്ദേഹം പുസ്തകം എഴുതാൻ വേണ്ടി എഴുതിയല്ല, ഷൂമാക്കർ പുസ്തകം എഴുതാൻ വേണ്ടിയിട്ടല്ല. കാരണം അദ്ദേഹം നടത്തിയ കുറേ ലെക്ചേഴ്സ് കുറേ ആൾക്കാരെ വളരെ വളരെ തരളിതനാക്കി, വളരെ വളരെ ഉദ്ബുദ്ധരാക്കി. അപ്പോൾ ആ രീതിയിൽ ഇത് മുഴുവൻ അത് സംഗ്രഹിച്ചിട്ട്, അല്ലാതെ നമ്മൾ പുസ്തകത്തിന് ലേഖനങ്ങൾ എഴുതി കുത്തിക്കെട്ടി പുസ്തകമൊക്കെ അല്ല അവർ ചെയ്യുന്നത്. അതിനെ ലെക്ചർ ചെയ്തിട്ട് എല്ലാവരുടെ ഇതിലും മനസ്സിലേക്കും അത് പരത്തിയിട്ട് അവരുടെ ജീവിതത്തിലൊക്കെ വളരെ വളരെ ക്രിയാത്മകമായ മാറ്റം വരുത്തിയിട്ട് അപ്പോൾ എന്നാൽ നമുക്കൊരു പുസ്തകമാക്കാം, ആ പുസ്തകമാക്കേണ്ട ആവശ്യം വരുന്നു. അങ്ങനെയാണ് ആ സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ വരുന്നത്. അപ്പോൾ ആ സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്നുള്ളതിൽ വളരെ നിർണായകമായിട്ടുള്ള ഭൂമിയിൽ ഏറ്റവും ചെറുതായതിനും കൂടി അതിൻ്റെതായിട്ടുള്ള റോൾ ഉണ്ട് എന്നാണ് അതിൽ അണ്ടർലൈൻ ചെയ്യുന്നത്. ഉച്ചവളയെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അമീബയെ കുറിച്ചിട്ടും അല്ലെങ്കിൽ മറ്റേ ഞാഞ്ഞൂളിനെ കുറിച്ചിട്ടും. ഞാഞ്ഞൂലിനെ കുറിച്ച് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചോദ്യം ചോദിച്ചത് ഡാർവിനാണ്. നിങ്ങൾ ആരെങ്കിലും ഞാഞ്ഞൂളിനെ കണ്ടിട്ടുണ്ടോ എന്ന്. അപ്പം ഇന്നിപ്പോൾ ഞാഞ്ഞൂളേ ഇല്ല. ഭൂമിയുടെ അടിയിൽ കലപ്പ പോലെ ഉഴുതുമറിക്കുന്ന, ഭൂമിയുടെ മണ്ണ് ഉഴുതുമറിക്കുന്ന ചെറിയൊരു ജീവിയാണ് ഞാഞ്ഞൂള്. അതില്ലെങ്കിൽ ഭൂമിയുടെ ഫലഭൂയിഷ്ഠത ഒരിക്കലും അത് പൂർണ്ണമാവില്ല. അപ്പൊ അത് അങ്ങനെയുള്ള എല്ലാറ്റിനെയും സ്മോൾ എന്ന് വെച്ചാൽ ആ സ്മോൾ എന്നുള്ളത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു, മനുഷ്യനെ മാത്രമല്ല. പക്ഷെ അപ്പോഴും എ സ്റ്റഡി ഓഫ് എക്കണോമിക്സ് ആസ് എ ഹ്യൂമൻ ബീയിങ് മാറ്റേർഡ് എന്നുള്ള അത് പറയുന്നത്. അപ്പൊ അതില് അന്ന് അതൊക്കെ സാഹിത്യത്തിൽ ഉൾപ്പെടുത്താനുള്ള ഒരു ധൈര്യം എനിക്ക് വന്ന എപ്പോഴും അറിയില്ല. അതൊന്നും സാഹിത്യമല്ലല്ലോ. പക്ഷെ സാഹിത്യത്തിനും ഉപരിയുള്ളതാണ്.
സാഹിത്യത്തിന് ഉപരിയായിട്ടുള്ളൊരു ഒരു ദർശനമാണ് അത് വരുന്നത്. അത് ഈ പാരിസ്ഥിതിക ചിന്തയായിട്ട് ഏറ്റവും ഏറ്റവും ക്ലോസ് ആയിട്ട് ബന്ധിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൂടി ഉൾപ്പെടുന്ന തരത്തിൽ പുതിയ ആരണ്യങ്ങൾ എന്നുള്ളതിൽ കലിയുഗ ആരണ്യങ്ങൾ എന്നുള്ളൊരു പുസ്തകം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ച ഒറ്റ ലേഖനം കൊണ്ടാണ്. പിന്നീട് നമ്മൾ അതിനനുസരിച്ചിട്ട് അതിൻ്റെ അതേ അനുസാരിയായിട്ടുള്ള ഗ്രന്ഥങ്ങൾ മുഴുവനും ഇന്നിപ്പോൾ ഏറ്റവും പുതുതായിട്ട് എഴുതിയ നാളെ പ്രകാശിപ്പിക്കപ്പെടാമെന്ന ശമപ്പൊരുൾ വരെ അതിൻ്റെ ഓരോ ധാരയിൽ തന്നെയാണ് പോകുന്നത്. അപ്പം അതുകൊണ്ട് ഇത് ആകസ്മികമാണോന്ന് പറയേണ്ടത്, മുഴുവൻ നമ്മൾ ആലോചിച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് അറിയില്ല. ബോധപൂർവം ചെയ്തതെന്നല്ല, അല്ല, ബോധപൂർവം അല്ല, വളരെ അബോധപൂർവമാണ്. പക്ഷെ എവിടെയോ അതിൻ്റെ ഒരു ശൃംഖല അല്ലെങ്കിൽ ഒരു തുടർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് പറഞ്ഞ മനഃപൂർവ്വമല്ല ഇതൊക്കെ പാരിസ്ഥിതി നിരൂപണം എഴുതുക എന്നുള്ള രീതിക്കല്ല, നമ്മൾ വരുന്നതിൽ കൂടിയിട്ട് തന്നെ ഒരു ദർശന പരമ്പര പോലെ ദർശനയുടെ ഒരു തുടർച്ച സംഭവിക്കുന്നതാണ്. അപ്പോൾ ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് നമുക്ക് വലിയ കൃതാർത്ഥതയുണ്ട്. അല്ലെങ്കിൽ താങ്കളെ പോലെയുള്ളവർ ഇത് പറയുന്നത് അത് നമ്മുടെ മനസ്സിലുണ്ട്, ആ ഒരു ശീർഷകം മാത്രം മനസ്സിൽ അത് മാത്രം മതി എന്ന് പറയുമ്പോഴും നമ്മളൊക്കെ അത് തിരിച്ചറിയുന്നതാണ്. അന്നൊന്നും ഞാൻ യാത്രികനെ ആയിട്ടില്ല കേട്ടോ, അതുകൂടി പറയണം. അന്നൊന്നും യാത്രികനെ ആയിട്ടില്ല. കലിയുഗാരണ്യങ്ങളോ അല്ലെങ്കിൽ പിന്നീട് പരിവ്രാജകന്റെ മൊഴി എഴുതുമ്പോഴും ഒന്നും യാത്രികനായിട്ടില്ല. അതൊക്കെ പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഇപ്പോൾ ഈ യാത്രയുടെ കാര്യം പറഞ്ഞു വന്നപ്പോൾ ഇപ്പോൾ നമ്മളെ ഇന്നത്തെ ലോക സാഹിത്യത്തിൽ പൊതുവെ ഈ നോൺ ഫിക്ഷൻ റൈറ്റിങ്ങിൽ ഈ എഴുത്തിന് വളരെ പ്രാധാന്യം കൈവരുന്നുണ്ട്. അത് സാധാരണ നമ്മൾ ചെന്ന് കാണുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്തെ പറ്റി പറയുകയോ അവിടെ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം പറയുകയോ അതൊന്നും അല്ലാതെ ഇതിനൊക്കെ ഒരു ദാർശനികമായൊരു അന്വേഷണമായിട്ടും ഒരു സാംസ്കാരികതയുടെ ഒരു ഉള്ളിലേക്കൊക്കെ പോകുന്ന രീതിയിലുമൊക്കെയുള്ള ഒരു എഴുത്താണെന്ന് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും അതെ. യാത്ര അത് പറഞ്ഞാൽ അത് 20-ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള ഒരു ശാഖ തന്നെ, അന്വേഷണ ശാഖ തന്നെ യാത്ര ആയിട്ട് വായിച്ചത്. ഇനി ഞാൻ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ ആലോചിച്ചിട്ടില്ല, അതും കൂടുതൽ പറയണം. ഈ ഏറ്റവും വലിയൊരു സെൻസിബിലിറ്റി ഉളവാകുന്ന, പുതുതായൊരു സെൻസിബിലിറ്റി ഉളവാകുന്നത് യാത്രയുടെ മണ്ഡലത്തിൽ കൂടിയിട്ടാണ്. അറിയാതെ തന്നെ നമ്മളതിന് വളരെ സമാന്തരമായിട്ട് ആ യാത്രകൾ തുടർന്നത്. 1984 എൻ്റെ ആദ്യത്തെ യാത്ര സംഭവിക്കുന്നത്, 1984. അപ്പോൾ ഈ പറഞ്ഞ നേരത്തെ 70 കഴിഞ്ഞു, 78 കഴിഞ്ഞു, 79 കഴിഞ്ഞു, 51 കഴിഞ്ഞു. കലിയുഗാരണ്യങ്ങളും കഴിഞ്ഞ കലിയുഗാരണ്യങ്ങൾ എഴുതുമ്പോൾ പോലും നമ്മൾ അറിയാതെങ്കിലും ഒരു യാത്രയ്ക്ക് ഉന്മുഖനാവെന്ന് ചിന്തിച്ചിട്ടേ ഇല്ല. വാസ്തവമാണത്. കാരണം തപോവനസ്വാമികളെ ഞാൻ അന്ന് വായിച്ചിട്ടില്ല. ഹിമാലയത്തിനെ കുറിച്ചിട്ട് അന്ന് കേട്ടിട്ടുണ്ട്, അതിനെ കുറിച്ചിട്ട് വളരെ അബോധപൂർവമായ ചില സ്വപ്നങ്ങൾ എവിടെയൊക്കെ മെനഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ നമ്മളെ ഹിമാലയം എത്തുന്നുള്ളത് ഒരു ചിന്തയുണ്ടായിരുന്നില്ല. ഇനി മാനസരോവറൊക്കെ സംഭവിക്കുന്നു. മാനസരോവറിന്റെ മുമ്പിലൊക്കെ നമ്മൾ ശബ്ദനായി നിൽക്കുന്ന സമയത്ത് ആ 15 കൊല്ലം മുമ്പ് 2005 ഞാൻ ആദ്യം മാനസരോവറിൽ എത്തുന്നത്. അതിന് 20 കൊല്ലം 1985 എനിക്ക് മാനസരോവർ കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമ്മൾ അറിയാതെ നമ്മളെ അതിലേക്ക് നയിക്കുന്നു എന്ന് വേണമെന്ന് പറയാൻ. അങ്ങനെയാണ് 84 ആദ്യത്തെ ഒരു യാത്ര, കുടജാദ്രി യാത്ര നമ്മൾ പുറപ്പെടുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പ്രീ ഡിറ്റർമിൻഡ് ആയിരുന്നു എന്ന് നമ്മൾ ഇന്ന് തിരിച്ചറിയുന്നത്. അതൊരു പ്രീഡസ്റ്റൈൻഡ് എഫർട്ട് ആയിരുന്നു. അങ്ങനെയുള്ള രീതിയിൽ നിങ്ങളുടെ പാദങ്ങൾ ഈ ഒരു ദിശയിൽ തന്നെ ചലിക്കട്ടെ എന്ന് ആരോ എവിടെയോ നിർണയിച്ചിട്ടുള്ള പോലെ കുടയാദ്രിയുടെ ആദ്യത്തെ ഒരു യാത്ര കഴിയുന്ന സമയത്ത് അന്നും നമുക്ക് ഈ കുടയാദ്രിയുടെ ശൃംഗങ്ങളും ഹിമാലയ ശൃംഗങ്ങളും തമ്മിൽ എന്തെങ്കിലും ഒരു സാദൃശ്യമുണ്ടെന്നോ അറിയില്ലായിരുന്നു. അപ്പൊ അത് ഈ പറഞ്ഞ എനിക്ക് ജീവിതത്തിൽ സംഭവിച്ച 2 കാര്യങ്ങളെന്ന് ചോദിച്ചാൽ ഇപ്പോഴും നിങ്ങളാക്കി തീർത്ത, അല്ലെങ്കിൽ നിങ്ങളുടെ എഴുത്തിനെ ഒരുവിധം നിർണയിച്ച, നിങ്ങളുടെ എഴുത്തിന് എന്തെങ്കിലും ഒരു ദിശാനിർണയം കൊടുത്ത 2 സംഭവങ്ങൾ എന്നുള്ളത്, ഒന്ന് ഖസാക്കാണ്, മറ്റത് കുടജാദ്രിയാണ്. കുടജാദ്രി എങ്ങനെയും പുതിയ യാത്രയിലേക്ക് എങ്ങനെ തയ്യാറാക്കിയോ, ഖസാക്കും അതുപോലെ പുതിയ അന്വേഷണങ്ങളിലേക്കും അങ്ങനെ തുടർന്ന് ഒരുപാട്. ഇപ്പോൾ ഖസാക്കിൽ മാത്രം ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. ഒഴിജന്റെ പലരും എല്ലാവരും ഖസാക്ക് ഒഴിജൻ പറഞ്ഞാൽ ഖസാക്കേ പറയുള്ളൂ. ഒഴിജന്റെ എല്ലാ കൃതികളും പഠന വിഷയമാക്കിയതും പഠന വിധേയമാക്കിയതും ശ്രാദ്ധസ്വരങ്ങൾ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ശ്രാദ്ധം ഊട്ടുന്ന തരത്തിൽ ഞാൻ ചെയ്തതും എല്ലാ കൃതികളും ഒന്നും മാറ്റി വെച്ചിട്ടില്ല പറയുക. അപ്പൊ അതേപോലെ അല്ലെങ്കിൽ വിജയൻ മാത്രമല്ല, ഏറ്റവും പുതുതായിട്ടുള്ള കൃതികളും ഇന്നും പുറപ്പെടുന്ന പല പുതിയ കൃതികളിലും നമ്മൾ അന്വേഷണം എന്ന് വെച്ചാൽ നമ്മളെ ഉണർത്തുന്ന തരത്തിൽ
എല്ലാ കൃതികളെ കുറിച്ച് എഴുതുന്നത് അത്ര വലിയ സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെ ഇരിക്കുകയല്ല ഒരു ഇരിപ്പിടത്തിരുത്തിട്ട് ഇനിയിപ്പോൾ ഇനി അടുത്ത കൃതി വരട്ടെ ഇന്നാളുടെ പഠിത്തം അങ്ങനെയല്ല. നമ്മളെ വളരെ ഇൻസ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രചോദിതമാക്കുന്ന കൃതികളെ കുറിച്ച് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിൽ ഈ ഒരു പാരിസ്ഥിതികമായ ഇക്കോളജിക്കൽ ആക്സെന്റ് അത് തീർച്ചയായിട്ടും കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ യാത്രയിൽ പിന്നെയും പറഞ്ഞ പോലെ നമ്മൾ ഒരു ഹിമാലയത്തിലേക്ക് പോയുള്ളൂ, അല്ല ഹിമാലയത്തിലേക്ക് എപ്പോഴും യാത്ര ചെയ്യുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിനോടൊപ്പം മറ്റും പല യാത്രകളുണ്ട്. ഒരു യാത്രയും ഒരു സ്ഥലം നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ട് യാത്ര ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു പുസ്തകം വായിക്കുന്ന പോലെയാണ് ഒരു സ്ഥലം വായിക്കുന്നത്. ഒരു പുതിയ സ്ഥലം വായിക്കുന്നതും ഒരു പുതിയ പുസ്തകം വായിക്കുന്നതും ഒരേപോലത്തുള്ള ഒരു സർഗാത്മക രഥിയാണ്. പണ്ടൊരിക്കൽ ഞാൻ ഈ ഹിമാലയത്തിൽ ഒരു യാത്ര കഴിഞ്ഞിട്ട് തിരിച്ച് ഡൽഹി വന്ന് ആനന്ദനെ കണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ പോയി മരുഭൂമി കാണുമെന്ന്. വാസ്തവം അത് എന്നോടും പറഞ്ഞിട്ടുണ്ട്. ജയ്സാർമേലിലോ പോയിട്ട് പീഠഭൂമി കാണുമോ, അപ്പൊ നിങ്ങൾക്ക് വേറെ ഒരു തരത്തിലുള്ള ഒരു ഭൂതലം എന്താണെന്ന് അറിയും. അത് അദ്ദേഹത്തിന് പറയാൻ അവകാശമുണ്ട്. കാരണം അദ്ദേഹം പട്ടാളക്കാരനായിരുന്നു. ഇന്ത്യൻ ആർമിയെ കുറിച്ചിട്ട് ഏറ്റവും വലിയ ബോധവും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ നമുക്ക് എന്തൊക്കെ നല്ലത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചിട്ട് ബോധമുള്ള ഒരൊറ്റ എഴുത്തുകാരൻ ആനന്ദം മാത്രമാണ് ആധുനികരില്. ഉള്ളവരിൽ എനിക്കറിയില്ല അവരോടുള്ള വിധേയത്വങ്ങൾ എങ്ങനെയല്ലേ. പക്ഷെ ആനന്ദ് ബ്രിട്ടീഷുകാരുടെ എല്ലാ നന്മയും സ്വാംശീകരിച്ചിട്ടാണ് നമുക്ക് വർത്തമാനം പറയുക. അതേപോലെ ഇന്ത്യ എന്നുള്ള ഭൂതലത്തിന്റെ എല്ലാ വൈവിധ്യങ്ങളെയും അദ്ദേഹം മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് പറയുക. അതുകൂടി ഉണ്ട്. ഓരോ സ്ഥലത്തിനും അതിൻ്റെതായിട്ടുള്ള മേന്മകളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ദുഃഖങ്ങളുണ്ട്. അത് അന്വേഷിച്ച് കണ്ടെത്തുമ്പോഴാണ് യാത്ര ഏറ്റവും അധികം വളരെ രസഫലവത്താവുന്നത്, ഏറ്റവും രസകരമാവുന്നത് അപ്പോഴാണ്. അല്ലാതെ ഈ വളരെ സൂപ്പർഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷെ അതല്ല ഒരു യാത്രയിൽ നമ്മൾ ചിന്തിക്കുന്നത്, അത് മാത്രമല്ല. അപ്പം നമ്മൾ പലപ്പോഴും ഞാൻ ഒരു സംഘം ആൾക്കാരുടെ കൂടെ യാത്ര ചെയ്യാറുള്ളത്. പക്ഷെ അതെന്നെ അലട്ടുന്നില്ല. എല്ലാ യാത്രയും അന്തിമമായിട്ട് പറഞ്ഞാൽ നമ്മൾ തനിച്ചാണ് ചെയ്യുന്നത്. ഈ പ്രാർത്ഥന പോലെ എല്ലാ പ്രാർത്ഥനയും തനിച്ചാണെന്ന് പറഞ്ഞ പോലെ എല്ലാ യാത്രയും നമ്മൾ തനിച്ചാണ് ചെയ്യുന്നത്. അത് ഹിമാലയത്തിലേക്കായാലും ശരി, അല്ല അജന്ത എല്ലോറയ്ക്കുള്ളതായാലും ശരി, അല്ല മറ്റേ ഖജുരാഹോയിലേക്കോ അല്ലെങ്കിൽ കൊണാരിക്കിലോ ഉള്ള യാത്രയായാലും ശരി, എല്ലാ യാത്രയും നമ്മൾ തനിച്ചാണ് ആ വലിയൊരു സത്തെ അഭിമുഖീകരിക്കുന്നതും അതിൽ കൂടി നമ്മൾ ഓരോ കാര്യങ്ങൾ പുതുതായിട്ട് സംശീകരിക്കുന്നതും. ഒരിക്കലും ഒരേ സ്ഥലത്തേക്ക് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും പോകുമ്പോൾ അത് വൃഥാവിലുള്ള യാത്രയല്ല. നമ്മളൊരു പുതുതായിട്ട് എന്തെങ്കിലും ഒന്ന് നമ്മൾ അന്ന് മിസ് ചെയ്ത വേറൊന്ന് നമ്മളിപ്പോൾ കണ്ടെത്താനിടയാകുന്നുണ്ട്. അത് ശരിയാ. കാരണം ഒരു പുസ്തകം വായിക്കുന്നത് നമ്മളൊരു പുസ്തകം രണ്ടാമത് വീണ്ടും വായിക്കുന്നില്ല എന്ന് പറയുമല്ലോ. വായിക്കില്ല. നദിയെ പോലെ തന്നെ നദി ഒഴുകുന്നില്ല, ഒരു ജലത്തിൽ കാൽ വയ്ക്കുന്നില്ല. കാര്യവും സ്ഥലത്തിന്റെയും കാര്യം നമ്മൾ രണ്ടാമത്തെ കാണുന്നില്ല. പക്ഷെ ഈ ഒരു ഉൾക്കാഴ്ചയോടുള്ള ഒരു പുസ്തകങ്ങൾ മലയാളത്തിൽ പൊതുവെ വിരളമാണെന്ന് പറയാം. ഉണ്ടാകുന്നുണ്ടോ? ഒറ്റപ്പെട്ട പുസ്തകങ്ങൾ ഉണ്ടാകുന്നുണ്ടോ കുറെയൊക്കെ? അല്ല, അത് എഴുതുന്ന ആളുടെ മനസ്സിനെ ആശ്രയിച്ചിരിക്കും, എഴുതുന്ന ആളുടെ സെൻസിബിലിറ്റി ആശ്രയിച്ചിരിക്കും. അതല്ലാത്ത ആ സെൻസിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പുതുതായിട്ടുള്ള രീതിയിൽ കാണാനും പുതുതായിട്ടുള്ള രീതിയിൽ ഈ മടുപ്പ് വരാതെ, മടുപ്പ് അവനവന് വരുമ്പോഴാണ് ആ മടുപ്പ് എഴുതിലേക്ക് പകരുന്നത്. മറിച്ച് നമ്മളെപ്പോഴും ഉത്കർഷത്തോടു കൂടിയിട്ടാണ് ഒരു സ്ഥലത്ത് പോകുന്നത് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സ്വാംശീകരിക്കുന്നത് ഉത്കർഷഭരിതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് തീർച്ചയായിട്ടും എഴുത്തിലും അത് റിഫ്ലക്ട് ചെയ്യും. അത് വായിക്കുന്ന ആൾക്കും തോന്നുന്നു ഇത് അതുപോലെ അല്ലല്ലോ, അല്ലെങ്കിൽ ഇത് ഞാൻ കണ്ട പോലെ അല്ലല്ലോ. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊക്കെ ആ സ്ഥലത്ത് പോയിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. വളരെ വളരെ നിസ്സഹായമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതിന് പഠിപ്പിക്കാൻ പറ്റില്ല. വായന പറഞ്ഞ പോലെ വായനപ്പോഴും നല്ല പുസ്തകങ്ങൾ നമ്മൾ ചൂണ്ടിക്കാട്ടാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നല്ല സ്ഥലങ്ങൾ, ആഴത്തിലുള്ള സ്ഥലങ്ങൾ. ഓരോ സ്ഥലത്തിനും അതിൻ്റെതായിട്ടുള്ള ആഴമുണ്ട്, അർത്ഥമുണ്ട് പറഞ്ഞ പോലെ ആഴമുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ ചൂണ്ടിക്കാട്ടാൻ പറ്റുള്ളൂ. നിങ്ങൾ അവിടെ ചെന്നാൽ അനുഭവിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അൾട്ടിമേറ്റായിട്ട് നിങ്ങൾ അനുഭവിക്കുന്നത്, നിങ്ങൾക്ക് അവിടെ ചെല്ലുന്ന സമയത്ത് വലിയ ചിലപ്പോൾ ദുർഭഗമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവാം. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചിട്ട് നമ്മൾ എങ്ങനെ ഈ അപ്രാപ്യമായിട്ടുള്ള ഒരുപാട് സ്ഥാനങ്ങളുണ്ട്. പക്ഷേ യാത്രയുടെ ഒരു വലിയ കാതലായ അംശം യാത്ര തന്നെയാണ്. യാത്ര ചെയ്യുക എന്നുള്ളതാണ്. പദങ്ങൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ, കാലടിയിൽ കൂടിയിട്ട്, കാൽപ്പാടുകൾ കൂടിയിട്ടാണ് ജീവിതം അറിയുക, അല്ലെങ്കിൽ ലോകത്തിനെ അറിയുക എന്നുള്ളത് വലിയൊരു തത്വമാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ കാശിയിലേക്ക് മുമ്പ് കാലത്ത് നമ്മുടെ ആൾക്കാർ വലിയൊരു തത്വം പറഞ്ഞിട്ടുണ്ട്. കാശിയിലേക്കുള്ള യാത്രയാണ്
പുണ്യം അല്ലാതെ കാശി ചെന്ന് നേടുന്ന പുണ്യമല്ല. അല്ലല്ല. അതുകൊണ്ട് കാശി ചേർന്ന പുണ്യം ചെറുതെന്നല്ല പറയണത്, പക്ഷെ കാശിയിലേക്കുള്ള യാത്രയിലും അതുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് ചെന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അത് ഫലവത്തായിട്ടില്ലെങ്കിൽ നമുക്ക് നൈരാശ്യത്തിന് അവകാശമില്ല, അവകാശമില്ല. രണ്ടാമതും വീണ്ടും യാത്ര. കൈലാസത്തിലേക്ക് ഞാൻ അങ്ങനെ 2 തവണ യാത്ര ചെയ്തത്. 2 തവണയും എനിക്കത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. പക്ഷെ അത് എന്നെ സംബന്ധിച്ചുള്ള നൈരാശ്യമല്ല അവശേഷിപ്പിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള ഓരോ യാത്രയും പറഞ്ഞ പോലെ എല്ലാ യാത്രയും പ്ലസ്സിലാണ്. എല്ലാ യാത്രയും പ്ലസ്സിലാണ്, മൈനസിലല്ല. മൈനസ് അല്ല ഒരു യാത്രയും. അതിൽ നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ചെന്ന് അവിടെ കണ്ട തൊഴുത് ദർശനം വാങ്ങിച്ച് പ്രസാദം വാങ്ങിച്ച് വരുന്നത് മാത്രമല്ല, അത് ആ യാത്ര തന്നെ ഒരു പ്രസാദമാണ്.